ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. ഇന്ന് ഏട്ടന് ഓഫീസിലും പോകണ്ട, അപ്പുവിന് സ്കൂളിലും പോകണ്ട. അപ്പം നമുക്കിന്ന് ചപ്പാത്തിയിലൊരു മൽപ്പിടുത്തം കൂടി നടത്തിയാലോ. അപ്പുവിന് സ്കൂളില്ലാത്ത ദിവസം നോക്കിയിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുക. സ്കൂളുള്ള ദിവസം ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഉള്ള സമയം എല്ലാം പോയി കിട്ടും. അതുകൊണ്ട് സ്കൂളുള്ള ദിവസം അങ്ങനെ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഇന്ന് എൻ്റെ മുന്നിൽ ആവശ്യത്തിൽ കൂടുതൽ സമയം നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഗൈസ്. ഇന്നലെ ഉത്സവത്തിന് പോയിട്ട് ഏട്ടൻ നട്ടപ്പാതിരക്കാണ് കയറി വന്നത് കേട്ടോ. അതിൻ്റെ ഞൊടിച്ചിലാണ് ഞാൻ. അപ്പം എന്നെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ. അനിയൻ രാവിലെ പോയിട്ട് ബീഫ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവനാണിന്ന് നേരത്തെ എഴുന്നേറ്റത്. ബീഫ് നേരത്തെ പോയാലേ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ബീഫെല്ലാം വാങ്ങിയിട്ട് അമ്മ വെറുതെ വേവിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് കറിയാക്കണം. ബീഫിലേക്കുള്ള തേങ്ങാക്കൊത്തൊക്കെ അമ്മ അവിടെ സെറ്റ് ആക്കുന്നുണ്ട്. ഞാൻ ചപ്പാത്തി എല്ലാം പരത്തി എടുത്തിട്ട് ഇവിടെ ചുട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ചപ്പാത്തി ഇവിടെ ഏട്ടനും കുഞ്ഞും അതുപോലെ തന്നെ അപ്പുവാണ് കഴിക്കുക കേട്ടോ. എനിക്കും അനിയനും അമ്മയ്ക്കും ചോറ് മതി. ഞങ്ങൾക്ക് ചോറാണ് കൂടുതൽ ഇഷ്ടം. അമ്മ പിന്നെ ഒരെണ്ണമൊക്കെ കഴിക്കുക. ചോറുണ്ടെങ്കിൽ പിന്നെ എനിക്കും അനിയനും ചോറ് മതിയെ. അങ്ങനെ ഏട്ടന് ചപ്പാത്തി എല്ലാം കൊടുത്തു. ഏട്ടൻ അങ്ങനെ ബീഫ് കഴിക്കില്ല. അതുകൊണ്ട് ചാറ് മാത്രം കൂട്ടി ഏട്ടൻ അങ്ങോട്ട് കഴിച്ചു. കുഞ്ഞുങ്ങളും ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ സമയം കളയാതെ ഞാനും ചോറ് കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.